ഹലോ ഹായ് ബിലാൽ ഫാത്തിമ ബ്ലോഗിലോട്ട് സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു ചിക്കൻ കറിയാണ് വെക്കണേ, ഒരു നാടൻ ചിക്കൻ കറി കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളാണിത്. കുറച്ച് കുഞ്ഞുള്ളി, കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, സവാള ഒരു രണ്ടെണ്ണം, വലുത് രണ്ടെണ്ണം, ഒരു 2 തക്കാളി, ഒരു 3-4 പച്ചമുളക്, നമ്മുടെ ചെടിയിലെ വേപ്പിലാണ്, നമുക്ക് വേപ്പില. നമുക്കപ്പോൾ ചട്ടി ചൂടായിട്ടുണ്ട്, നമുക്ക് എണ്ണ ഒഴിക്കാം കേട്ടോ. ഞാൻ മൺചട്ടിയിലാണ് വെക്കുന്നത്. ഇത് ഞാൻ അടുപ്പിൽ വെക്കുന്ന ചട്ടിയാണ്, ഇന്നിപ്പോൾ അടുപ്പ് കത്തിച്ചിട്ടില്ല. അപ്പോൾ ഞാനപ്പോൾ ഗ്യാസിൽ തന്നെയാണ് വെക്കണത്. നമ്മൾ അടുപ്പിൽ വെക്കണ പോലെ തന്നെ നമുക്കിതിലോട്ട് ചട്ടിയിൽ വെക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. എണ്ണ ചൂടായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കൊരു 2 നുള്ള് ഉലുവ ഒന്നിട്ട് കൊടുക്കണേ. അതൊന്ന് പൊട്ടി വന്നിട്ട് നമുക്ക് ബാക്കിയുള്ളത് ഇടാം. ഇതിടുന്നതുകൊണ്ട് ഇത് എൻ്റെ ഉമ്മ ഇടും, അതുകൊണ്ടാണ് എൻ്റെ ഉമ്മ വീട്ടിൽ എന്ത് കറിയും അടുപ്പത്തിട്ടാണ് വെക്കാറ്, എല്ലാം അടുപ്പത്ത് വെക്കാറ്. അപ്പോൾ ഇങ്ങനെ എണ്ണ ചൂടായി വരുമ്പോൾ ഒരു 2-3 നുള്ള് ഉലുവ ഇട്ട് കൊടുക്കാറുണ്ട്. ചില നാട്ടിലൊക്കെ കടുക് ഇടുന്നു പറയാൻ കേട്ടിട്ടുണ്ട്. ഞങ്ങൾ കടുകിടൂല, ഉലുവ ഒരു 2-3 ഇട്ട് കൊടുക്കാറുണ്ട്. അതൊരു ടേസ്റ്റിനായിരിക്കാം, ചിലപ്പോൾ ഒരു എണ്ണയിൽ ആ ഫ്ലേവർ വരാനായിരിക്കും അതിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഫസ്റ്റ് ഇടാനുള്ളത് സവോളയാണ്. സവോള ഇട്ടിട്ട് സവോള ഒന്നായി വരുമ്പോൾ നമുക്ക് ചുവന്നുള്ളി ഇടാം. സവോള ഇട്ടിട്ടുണ്ട്. സവോളിൻ്റെ ഒപ്പം തന്നെ നമുക്ക് മുളകൊന്ന് ചെറുതായി വെറുതെ ഒന്ന് കീറി വെച്ചിട്ടുണ്ട്, അതും കൂടി ഇട്ട് കൊടുക്കാം. നമുക്ക് വേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ സവോള, പച്ചമുളക്, വേപ്പില ഇട്ടിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ കല്ലുപ്പിട്ട് കൊടുക്കണ്ടേ. കല്ലുപ്പിട്ടിട്ട് അപ്പോൾ നമുക്ക് കുറച്ചിടാം, ഇത് വേണമെങ്കിൽ നമുക്ക് ബാക്കി പിന്നിടാമല്ലോ. നല്ലോണം വഴന്ന് വരട്ടെ കേട്ടോ. എന്നിട്ട് നമുക്കതിലോട്ട് ചുവന്നുള്ളിയും കൂടെ ചതച്ചതിട്ട് കൊടുക്കാം കേട്ടോ. നമുക്ക് കുഞ്ഞുള്ളി ചതച്ചതിട്ട് കൊടുക്കുകയാണേ. ഇത് അടിയിലൊന്നും പിടിക്കില്ല കേട്ടോ, നല്ലോണം ഇളക്കി ഉപ്പൊക്കെ ഇട്ടിട്ടുണ്ട്. വേഗം ഒന്ന് വഴഞ്ഞ് വരട്ടെ. അപ്പോൾ നമ്മുടെ സവോളയും പച്ചമുളകും ചുവന്നുള്ളിയൊക്കെ നല്ല ബ്രൗൺ നിറമായിട്ടുണ്ട് കണ്ടോ. നമുക്കതിലോട്ട് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചിട്ട് കൊടുക്കാം. ഇതൊന്ന് നല്ലോണം പച്ചമണം ഒന്ന് മാറി കിട്ടിയാൽ മതിയേ. അപ്പോൾ അതിലൊക്കെയുള്ള പൊടികളാണ്. ഒരു 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, ഒരു സ്പൂണ് മുളക് പൊടി, 2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി. നമ്മൾ അതും കൂടെ ഇതിലോട്ട് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് നേരിയ തീയിലാണ് കിടക്കണേ, തീ ഫ്ലെയിം കൂട്ടിയിട്ടില്ല കേട്ടോ. നല്ലോണം ചൂടാക്കണേ. ചിക്കൻ കഴുകി വെച്ചിട്ടുണ്ട്, വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇതൊരു 1/2 കിലോയിൽ കൂടുതലുള്ള ചിക്കൻ ഉണ്ട് കേട്ടോ. നമ്മൾ ഒരു ചെറിയ ടീസ്പൂണിന് 1 ടീസ്പൂൺ ഗരം മസാല ഇട്ടിട്ടുണ്ട്, അതും കൂടി ഇട്ട് കൊടുക്കണ്ടേ. അതിൻ്റെ പച്ചമണങ്ങ് പോയിട്ടുണ്ട് കേട്ടോ. അതെ, നല്ല ബ്രൗൺ കളറായിട്ടുണ്ട്. ഇനി നമ്മൾ അതിലോട്ട് തക്കാളി ഇട്ട് കൊടുക്കാം കേട്ടോ. നമ്മൾ അരിഞ്ഞ് വെച്ച തക്കാളി ഇട്ട് കൊടുക്കുകയാണേ. ഞാൻ വെളിച്ചെണ്ണയിലാണ് ഉണ്ടാക്കുന്നത്. വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുമ്പോൾ ഈ ഒരു മണവും ടേസ്റ്റും ഒക്കെ കിട്ടത്തുള്ളൂ കേട്ടോ. ആ ഒരു നല്ല നാടൻ ടേസ്റ്റ് കിട്ടും, നല്ല മണമായിരിക്കും. നിങ്ങളും അതേപോലെ വെളിച്ചെണ്ണയിൽ തന്നെ ഉണ്ടാക്കണം. കുറേ എണ്ണയൊന്നും ഒഴിച്ചു കൊടുക്കണ്ട. നമുക്ക് ഞാൻ ഒത്തിരി എണ്ണ ഒന്നും ഒഴിക്കാറില്ല, അധികം
കൊടുത്തിട്ട് അപ്പോൾ നമുക്ക് എന്തായാലും കറി ആയി വരുമ്പോൾ നല്ലോണം എണ്ണയൊക്കെ തെളിഞ്ഞ് വരും കേട്ടോ. മസാലത്തെ എണ്ണയൊക്കെ വിട്ട് വരും. തക്കാളിയൊന്നും ഉടയാൻ വെയിറ്റ് ചെയ്യണ്ട കേട്ടോ. നമുക്ക് അപ്പം തന്നെ ചിക്കനും നമുക്ക് അതിലോട്ട് ഇട്ട് കൊടുത്ത് നല്ലോണം ഇളക്കാം കേട്ടോ. നല്ലോണം മിക്സ് ചെയ്തിട്ട് കാണാം. നല്ല മിക്സ് ചെയ്ത് നല്ലോണം ഇളക്കി കൂട്ടിയിട്ട് ഞാൻ അത് ഹൈ ഫുള്ളിലാട്ടോ ഫ്ലെയിമും. എന്നിട്ട് നമ്മൾ ഒരു പകുതി ആക്കിയിട്ട് ഒരു പകുതി ഫുൾ ഫ്ലെയിമൊക്കെ ഉണ്ട് കേട്ടോ വെച്ചിട്ടൊന്ന് നമ്മൾ മൂടിയേക്കാം. അതിനൊന്നും വെള്ളം ഒന്ന് താഴോട്ട് ഇറങ്ങാൻ വേണ്ടിയിട്ട് നമുക്കൊരു 2 ഗ്ലാസ് അല്ലെങ്കിൽ ഒരു 3 ഗ്ലാസ് വെള്ളം നമുക്ക് വേറെ തിളപ്പിച്ച് വെക്കാം കേട്ടോ അതിലോട്ട് ഒഴിക്കാനായിട്ട്. ഇത് നമ്മുടെ നല്ലോണം മിക്സ് ചെയ്ത് എല്ലാം റെഡി ആയിട്ടുണ്ട്. നമുക്കപ്പോൾ കുറച്ച് ചൂട് വെള്ളം കേട്ടോ ഒഴിച്ച് കൊടുക്കണേ. കുറേ എല്ലാവർക്കും ഇപ്പോൾ ചിലർക്ക് ഭയങ്കര ചാറായിരിക്കും ഇഷ്ടം, ചിലർക്ക് അങ്ങനെ ചാറ് ഇഷ്ടമുണ്ടാവില്ല. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ അനുസരിച്ചിട്ട് വെള്ളം ഒഴിച്ചാൽ മതി. പിന്നെ ഇത് നാടൻ കോഴിയൊന്നുമല്ലല്ലോ, സാധാ നമ്മുടെ കടയിൽ നിന്ന് മേടിക്കുന്ന ചിക്കൻ ആയതുകൊണ്ട് പെട്ടെന്ന് വെന്ത് കിട്ടും. അപ്പോൾ ഒത്തിരി വെള്ളം ഒഴിക്കണമെന്നൊന്നുമില്ല. പിന്നെ ഇതിൽ നിന്ന് തന്നെ കുറച്ച് വെള്ളം വരും. അപ്പോൾ നമ്മൾ പാകത്തിന് നോക്കിയിട്ട് വെള്ളം ഒഴിച്ചാൽ മതി കേട്ടോ. നമുക്ക് നല്ലോണം ഇളക്കി ഉപ്പൊക്കെ നോക്കി ഒക്കെ റെഡിയാക്കിയിട്ട് നമുക്ക് മൂടി വെക്കാം അല്ലേ. അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണേ. ചൂടുവെള്ളം തന്നെ, പച്ചവെള്ളം അങ്ങനെ ഒഴിച്ച് കൊടുക്കണ്ട കേട്ടോ. ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് നമ്മൾ ഫ്ലെയിം കൂട്ടിയിട്ടിട്ട് നല്ലോണം ഇളക്കി നല്ലോണം താഴ്ത്തിയിട്ട് കുറച്ച് മല്ലിയിലുണ്ടെങ്കിൽ ഇപ്പിട്ട് കൊടുക്കുക, അല്ലെങ്കിൽ ലാസ്റ്റ് ഇട്ട് കൊടുത്താലും മതി. ഞാനത് ഇച്ചിരി ഇട്ട് കൊടുക്കുകയാണേ. ഓക്കെ, അപ്പോൾ നമ്മുടെ ചിക്കൻ കറി നമുക്ക് മൂടി വെക്കാം കേട്ടോ. നല്ലോണം തിളച്ചൊന്ന് വേവട്ടെ. അപ്പോൾ നമ്മുടെ നാടൻ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതുപോലൊന്ന് ഉണ്ടാക്കി ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം, ഒന്ന് കമൻറ്റ് ചെയ്യണം, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് നോക്കണം. എപ്പോഴും നമ്മൾ വേഗം സവാള എടുത്ത് അരിഞ്ഞ് പെട്ടെന്ന് ഉണ്ടാക്കി അങ്ങനെ ഒരു കറിയല്ലേ ഇത്. നമ്മൾ നല്ലോണം ചുവന്നുള്ളിയും കുരുമുളകൊക്കെ ഇട്ട് വെച്ച നല്ലൊരു നാടൻ ചിക്കൻ കറിയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുണ്ടാക്കി ട്രൈ ചെയ്ത് നോക്കണം, സപ്പോർട്ട് ചെയ്യണം. ഓക്കെ, താങ്ക് യു.